ഹായ് ഫ്രണ്ട്സ്, വിഭൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത 25 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. നിസ്സഹരണ സമരം. കരിന്തണ്ടൻ എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കരിന്തണ്ടൻ എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താമരശ്ശേരി ചുരം. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എത്തിലിൻ. അനന്തപത്മനാഭൻ തോപ്പ് എന്നും പേരുള്ള ദ്വീപ്. അനന്തപത്മനാഭൻ തോപ്പ് എന്നും പേരുള്ള ദ്വീപ്. പാതിരാമണൽ. GST കൗൺസിലിൻ്റെ ആസ്ഥാനം. GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകി ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 രൂപ. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായ വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായ വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ലോകായുക്ത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ MN വെങ്കടാചലയ്യ. ഏത് മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏത് മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? അലഹബാദ്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര സർക്കാർ. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ജഹാംഗീർ. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? കണ്ണൻ ദേവൻ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി SK നായർ. വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്? വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്? നോവൽ. കേസരി ബാലകൃഷ്ണപിള്ളയുടെ രചനകൾ ക്രോഡീകരിച്ചത് ആര്? കേസരി ബാലകൃഷ്ണപിള്ളയുടെ രചനകൾ ക്രോഡീകരിച്ചത് MN വിജയൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. 1952 ഒറീസയുടെ ഗവർണറായത്
1952 ഒറീസയുടെ ഗവർണറായത് ഫസൽ അലി. ഇന്ത്യൻ പാർലമെൻറ്റ് GST ബിൽ പാസ്സാക്കിയത് എന്നാണ്? ഇന്ത്യൻ പാർലമെൻറ്റ് GST ബിൽ പാസ്സാക്കിയത് എന്നാണ്? 2016 ഓഗസ്റ്റ്. GST നിലവിൽ വന്ന തീയതി? GST നിലവിൽ വന്ന തീയതി 2017 ജൂലൈ 1. ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.